ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തെല്ലാം മുത്തുമണികളെ, എല്ലാവർക്കും സുഖമാണല്ലോ എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ പയർ തോരനാണ് കേട്ടോ. പച്ചപ്പയർ തോരൻ, ഉടിപ്പയർ, വള്ളിപ്പയർ എന്നൊക്കെ പറയും കേട്ടോ ഇതിന്. ഞങ്ങളിവിടെ പച്ചപ്പയർ എന്നാണ് പറയുക. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഞാൻ ചട്ടിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ ചെറിയ ഉള്ളി, ഒരു 5-6 ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 വറ്റൽമുളകും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. ഇനി ഇത് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്ക് നല്ല പോലെ ഇതൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഈ വാട്ടിയെടുക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ. ചട്ടിയിൽ തന്നെ ആയ കാരണം നല്ല പോലെ തന്നെ ചൂടുണ്ടാവേ. പിന്നെ ഞാൻ പയർ ഒരു 250 ഗ്രാം പയറാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഞാൻ കൈകൊണ്ട് ഒടിച്ചെടുത്തതാണ് കേട്ടോ, അരിഞ്ഞതല്ല കേട്ടോ. അപ്പം അങ്ങനെ ഇതൊന്ന് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. ആ നേരം കൊണ്ട് ഞാൻ കുറച്ച് നാളികേരം, ഒരു 3 പച്ചമുളകും കൂടി ഒന്ന് ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതേ നോക്കുമ്പോഴേക്കും പയറൊക്കെ ഒന്ന് ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്ന നാളികേരം ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പയറൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറിയതിന് ശേഷം നടുവിലായിട്ടാണ് കേട്ടോ ഞാൻ നാളികേരം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് സൈഡിലുള്ള പയറൊക്കെ ഇതേപോലെ തന്നെ മുകളിലേക്ക് ഒന്ന് ആക്കിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് അമർത്തി വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തീ ഇപ്പോൾ സിമ്മിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അതേ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നാളികേരത്തിൻ്റെയൊക്കെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തീ എപ്പോഴും സിമ്മിലാണ്. പിന്നെ ഞാൻ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. നമ്മുടെ ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം ഇവിടെ നമ്മുടെ പയർ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. നാളികേരും കടുകും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും വറ്റൽമുളകൊക്കെ കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണം. പിന്നെ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടി ഒന്ന് അറിയിക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേ പയർ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.